കൊല്ലം ഗ്രേസ് ഫാമിലി ഇന്റർനാഷണൽ മിനിസ്ട്രി ചർച്ച് ലീഡേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ അവതരിപ്പിക്കുന്ന ഈ ദൃശ്യാവിഷ്കാരത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നിങ്ങളേവരും ആകാംക്ഷയോടെ തുറന്ന മനസ്സോടെ ആഴമേറിയ ചിന്താശേഷിയോടെ കൂടെ വേണം ഈ പ്രോഗ്രാം ആസ്വദിക്കേണ്ടത്. നിങ്ങളുടെ നിസ്വാർത്ഥമായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എടി ശോശാമേ ഇങ്ങ് വന്നേടി നീ. രാവിലെ കിടന്ന് അലറാതെ എന്തോന്ന് പറ മനുഷ്യ ഒന്ന്. എടി നിന്റെ ശിങ്കിടികളാണെന്ന് തോന്നുന്നു. ദേ വരുന്നു. എന്തുവാ രാവിലെ ഈ മനുഷ്യനിരുന്ന് പിറുവിറുക്കുന്നേ? ഓ, ഒന്ന് പോയി നോക്കാം. വന്നാട്ടെ. കൂടാരാ? ശിവമാമയാണോ? ഓ ഗ്ലോറി, ഹല്ലേലൂയ. കൂടാരാബ ശിവമാമ, കൂടാരാബ ശിവമാമ. നിർത്ത്. എന്റെ മറിയാമ്മ ചേട്ടത്തി, കൂടാരാ? ശിവമാമയാണോ എന്നല്ലേ ഞാൻ ചോദിച്ചേ. അതിനിപ്പോൾ നിങ്ങൾ എന്താ ഇവിടെ കാണിച്ചേ? ഓ, അത് തിരിച്ചറിയാനുള്ള കൃപ തോമാച്ചായനുണ്ടാകട്ടെ. അത് മനസ്സിലായ പിന്നെ തോമാച്ച നിങ്ങൾ ആള് മാറാനോ? അതിന് എന്നെ കിട്ടത്തൊന്നുമില്ല. ഞാൻ വർക്കിച്ചാന്റെ മോൻ തോമാച്ചൻ തന്നെ ആയിരിക്കും. എന്റെ ദൈവമേ, ഈ മനുഷ്യനോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഓ, ഇപ്പൊ ഞാൻ ശശി. എന്റെ ശോശാമേ, എന്തുവാടി ഇതൊക്കെ? വെളിവില്ലാത്ത കുറെ എണ്ണം രാവിലെ വന്ന് എന്തൊക്കെയാടി ഈ പിച്ചുമ്പയൊക്കെ വിളിച്ച് പറയുന്നേ? നിങ്ങൾ വെറുതെ ദൈവനാമം ദുഷിക്കാതെ. ശരിക്കും ഞാനൊന്ന് ചോദിക്കട്ടെ, എനിക്കാണോ ഭ്രാന്ത് അതോ നിനക്കാണോ ഭ്രാന്ത്? അതുമല്ലെങ്കിൽ നീ ഭ്രാന്തായിട്ടങ്ങ് അഭിനയിക്കുവാണോടി? കർത്താവേ, നീ ഇതെല്ലാം കേൾക്കുന്നില്ലേ? പിന്നെ കേൾക്കുന്നില്ലേന്നോ? കേട്ട് അങ്ങേര് കേട്ട് കാണും. എൻ്റെ പൊന്നെ, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി. ഞാൻ എൻ്റെ സമയം കളയാതെ പോകട്ടെ. ഹോ, എന്ത് ചെയ്യാനാ എൻ്റെ മറിയാമ്മേ? അത് ഞാൻ അങ്ങനെയാ. ഓ, നമുക്കൊരു മാനസാന്തരത്തിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാം. ഈ സമയം തോമാച്ചൻ്റെ കൂട്ടുകാരനും മദ്യപാനിയുമായ ഡിങ്ക വീട്ടിലേക്ക് വരുന്നു. ഇവൻ ഇവിടെയൊന്നും ഇല്ലേ? എന്തതിശയമേ ചാക്കുച്ചൻ്റെ മീശ, എത്ര മനോഹരമേ അത് കാറ്റത്തു തിളങ്ങും, വെയിലത്ത് വാടും, എത്ര ബഹുല്യമത്. സഹോദര, നിങ്ങളുടെ മദ്യപാനം ഒന്ന് നിർത്തൂ. നിങ്ങൾക്കറിയുമോ, മദ്യപാനികൾ സ്വർഗരാജ്യം അവകാശമാക്കുന്നില്ല. അവന്റെ സ്ത്രീധനം കിട്ടിയത് പോലും അവന് അവകാശമില്ല, പിന്നെ സ്വർഗരാജ്യം. എടുത്തോമച്ച, ഇവര് എന്തുവാടാ ഈ പറയുന്നേ? ഇവരും മലയാളം തന്നെയാണോടാ ഈ പറഞ്ഞോണ്ടിരിക്കുന്നെ? ഓ, എന്നെ പറയാനാടാ, ഞാൻ പെട്ട് കിടക്കുവാടാ ഇവിടെ. ഞാൻ എന്നാ ഇനി വിടുവാ, അധിക നേരം നിൽക്കുന്നില്ല, പിന്നെ നമുക്ക് കാണാടാ. ദൈവമേ, നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. എന്റെ കർത്താവേ, ഇദ്ദേഹത്തിന്റെ കണ്ണൊന്ന് തുറക്കണേ. ഇത് കൂടുതൽ ഇനി എങ്ങനെ തുറക്കാനാ? ഓ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, ശരിക്കും നിങ്ങൾക്കൊരു ജോലിയുമില്ല വീട്ടില്? ഇങ്ങനെ വെളിവുകേടും അങ്ങ് പറഞ്ഞ് നടക്കുക അല്ലയോ? സഹോദര, ഇതിപ്പോ നിങ്ങൾക്കൊരു വിവരക്കേടായി തോന്നും. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ഞങ്ങൾ അറിഞ്ഞ സത്യങ്ങൾ, ഞങ്ങൾ അനുഭവിക്കുന്ന രക്ഷയുടെ സന്തോഷം,
ഞങ്ങളെ വിടുവിച്ച ദൈവിക സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാതിരിക്കാൻ കഴിയില്ല. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന ഞങ്ങൾക്കത് ദൈവശക്തിയുമാകുന്നു. നിർത്തു. കുറെ നേരമായി നിങ്ങളുടെ വേദാന്തം ഞാൻ കേൾക്കുന്നു. സമ്പത്തുണ്ടോ? വിദ്യാഭ്യാസം ഉണ്ടോ? ആൾബലമുണ്ടോ? ഇതൊക്കെ മതി എന്തിനേയും ജയിക്കാൻ. അല്ലാതെ നിങ്ങൾ ഈ വിളിച്ചു പറയുന്ന ദൈവശക്തി കൊണ്ടൊന്നും നേടാനൊന്നും കഴിയത്തില്ല കേട്ടോ. സഹോദര തോമാച്ച, നിങ്ങൾ പറഞ്ഞ പട്ടികയിൽ ഒന്നുമില്ലാത്ത ഒരു പാവം ആട്ടിടയനായ മനുഷ്യനെ ഞാൻ ദൈവവചനത്തിലൂടെ താങ്കൾക്ക് പരിചയപ്പെടുത്തി തരാം. എന്നിട്ട് നിങ്ങൾ പറ, ആ മനുഷ്യനിൽ ശരിക്കും എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗൽ രാജ്യം ഭരിക്കുന്ന നാളിൽ ഫെലിസ്ത്യർ സൈന്യങ്ങളെ യുദ്ധത്തിന് ഇസ്രായേലിനെതിരെ ഒന്നിച്ചു കൂട്ടുന്നു. ശൗലും ഇസ്രായേലരും ഒന്നിച്ചുകൂടി ഏല താഴ്വരയിൽ പാളയമിറങ്ങി ഫെലിസ്ത്യരോട് പടയ്ക്ക് അണിനിരക്കുന്നു. 2 മലഞ്ചെരുവിന്റെ മധ്യയുള്ള താഴ്വരയിൽ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗദ്ധ്യനായ ഗോല്യാത്ത് എന്ന മല്ലൻ ഇസ്രായേലിനെതിരെ വെല്ലുവിളിക്കുന്നു. നാൽപ്പത് ദിവസമായി ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് വെല്ലുവിളിക്കുന്നു. ഇസ്രായേൽ നിരകളിൽ നിന്നും ഞങ്ങൾക്കെതിരെ അംഗം പൊരുതുവാൻ ആരുമില്ലേ? നിങ്ങളിൽ എല്ലാവരും വരേണ്ട കാര്യമില്ല. നിങ്ങളിൽ ഒരുത്തൻ എന്നെ കൊന്നാൽ ഞങ്ങൾ നിങ്ങൾക്കെല്ലായ്പ്പോഴും അടിമയായിരിക്കും. അതല്ല, മറിച്ച് ഞാൻ അവനെ കൊന്നാൽ നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്കടിമയായിരിക്കും. ഇത് കേട്ട് ഇസ്രായേൽ ജനവും ശൗലും ഭ്രമിക്കുന്നു. എത്ര ദിവസമായി ഞങ്ങൾ ഈ വെല്ലുവിളി കേൾക്കാൻ തുടങ്ങിയിട്ട്? ഇന്നെങ്കിലും ഇതിനൊരു അവസാനമുണ്ടാകണം. അതെ, ഇന്നെങ്കിലും ഇതിനൊരു അവസാനമുണ്ടായാൽ മതിയായിരുന്നു. ഈ സമയത്ത് ദാവീദ് യഹൂദായിലെ ബേത്ലഹേമിൽ തൻ്റെ പിതാവായ ഇശായിയുടെ നിർദ്ദേശപ്രകാരം ശൗലിൻ്റെ കൂടെ യുദ്ധത്തിലായിരിക്കുന്ന തൻ്റെ 3 സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ പാളയത്തിൽ എത്തിച്ചേരുന്നു. പാളയത്തിലെത്തിയ ഉടനെ ഫെലിസ്ത്യ മല്ലനായ ഗോല്യാത്തിന്റെ വെല്ലുവിളി തൻ്റെ ചെവിയിലെത്തുന്നു. യുദ്ധത്തിൻ്റെ സ്ഥിതിഗതികൾ അറിയുവാൻ യുദ്ധമുഖത്ത് മുൻനിരയിൽ നിൽക്കുന്ന തൻ്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക് ദാവീദ് ഓടിയെത്തുന്നു. ഈ ഫെലിസ്തീനെ കൊന്ന് ഇസ്രായേലിന്റെ നിന്ന നീക്കിക്കളയാൻ ഈ 40 ദിവസമായിട്ട് നിങ്ങൾക്ക് ആർക്കും കഴിയുന്നില്ലേ? ഇവൻ ആരെന്നാ ഇവന്റെ വിചാരം? ഞാൻ നോക്കിയിട്ട് ഇവൻ വലിയ സംഭവമൊന്നും അല്ല. നിങ്ങൾക്ക് നാണമില്ലല്ലോ ഇവനെ പേടിച്ചോടാൻ. ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളായ നമ്മെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആരാ? അല്ല, ഇവനെ കൊന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഹാ, അപ്പം ഒന്നും അറിയാതെയാണോ ഈ ഡയലോഗെല്ലാം അടിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനൊന്നും അറിഞ്ഞില്ല. എന്താ ശൗൽ രാജാവ് പറഞ്ഞിരിക്കുന്നേ? ഇവനെ കൊന്നാൽ അവനെ രാജാവ് മഹാസമ്പന്നനാക്കും. മാത്രവുമല്ല, രാജാവിൻ്റെ സുന്ദരിയായ മകളെ വിവാഹം ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അതുകൂടാതെ അവനും അവൻ്റെ പ്രതിഭവനത്തിനും ഇസ്രായേലിൽ കരം കൊടുക്കേണ്ട. ഇങ്ങനെ ഒരു ബമ്പർ ലോട്ടറിയാ വീണ് കിടക്കുന്നത്. പക്ഷേ ഇത്രയൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടും ഇതുവരെയും ഒരാൾ പോലും ഇവനെതിരെ നിൽക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. ഈ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന മൂത്ത സഹോദരൻ ഏലിയാബ് ദാവീദിനോട് കോപിക്കുന്നു. ഡാ, നീ ഇപ്പോൾ എവിടെ നിന്നാ വന്നേ? മരുഭൂമിയിൽ കുറെ ആടുകളെ നോക്കാൻ അപ്പം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നീ അതിനെയൊക്കെ എവിടെ ഇട്ടിട്ടാ വന്നേക്കുന്നേ? നിന്റെ അഹങ്കാരവും നികളവും ഒക്കെ എനിക്കറിയാം. ഇവിടെ പട കാണാനല്ലേ നീ വന്നത്?
എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ പെട്ടിയും കിടക്കയും എടുത്ത് വായി നോക്കാൻ അങ്ങ് ഇറങ്ങിയേക്കും. അതിനിപ്പം ഞാൻ എന്തോ ചെയ്തെന്നാ? ഒരു വാക്കല്ലേ ചോദിച്ചുള്ളൂ, അതിനിങ്ങനെ അങ്ങ് തുള്ളാൻ എന്തുവാ? എൻ്റെ ചേട്ടന്മാരായി പോയി. ഇവന്മാർക്കൊന്നും ഒരു ധൈര്യവും ഇല്ല. ഞാൻ എങ്ങാനും ആയിരുന്നെങ്കിൽ 40 ദിവസം പോട്ടെ, ഒരു 4 സെക്കൻഡ് കൊണ്ട് നമ്മുടെ സച്ചിൻ 6 അടിക്കുന്നത് പോലെ ഇവനെ അപ്പുറത്തെ കയ്യാലപ്പുറത്തിരുത്തിയാനെ ഞാൻ. ദാവീദിന്റെ ഈ സംഭാഷണങ്ങൾ ശൗൽ രാജാവിന്റെ ചെവിയിലെത്തുകയും ദാവീദിനെ തന്റെ അടുക്കൽ വിളിക്കുകയും ചെയ്യുന്നു. രാജാവേ, ഇവൻ നിമിത്തം നിങ്ങൾ ആരും അധൈര്യപ്പെടേണ്ട. ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. ഞാൻ പോയി അവന്റെ കഥ കഴിച്ചിട്ട് വരാം. എടാ പീറ ചെറുക്ക, നീ എന്തോ കണ്ടിട്ടാ ഈ വീമ്പിളക്കുന്നത്? നിന്നെ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നും അല്ല ഇത്. അങ്ങനെ അങ്ങ് പറഞ്ഞെന്നെ ചെറുതാക്കാതെ എൻ്റെ ഒരു അനുഭവം കൂടെ കേട്ടിട്ട് രാജാവ് തീരുമാനിക്ക് എന്താ വേണ്ടതെന്ന്. ഓ, എന്നാൽ പിന്നെ ഒന്ന് കേൾക്കട്ടെ, നീ പറ. ഒരിക്കൽ ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹവും കരടിയും വന്നു. എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ചു. എനിക്ക് സഹിക്കുമോ? ഞാൻ അതിനെതിരെ ചെന്നു, എൻ്റെ ആട്ടിൻകുട്ടിയെ പിടിച്ചെടുത്തു. അപ്പോൾ അതെല്ലാം കൂടെ എൻ്റെ നേരെ വന്നു. ഞാൻ അതിൻ്റെ താടിക്ക് പിടിച്ചു, അടിച്ചു കൊന്നു. സിംഹം മാത്രമല്ല, കരടിയും കൂടെ ഒരുമിച്ചാ വന്നെന്ന് ഓർത്തോണം. സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച ദൈവം ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും നമ്മളെ രക്ഷിക്കും രാജാവേ. ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യമാകുന്ന നമ്മെ നിന്ദിച്ച ഇവനെ അവയെ പോലെയാക്കും. എന്നാൽ നീ ചെല്ല്, യഹോവയായ ദൈവം നിന്നോട് കൂടെ ഇരിക്കട്ടെ. ദേ, എൻ്റെ ഈ പടയങ്കിയും കൂടെ ഇട്ടോ, നീ വെറുതെ പോകണ്ട. എൻ്റെ പൊന്നു രാജാവേ, എനിക്ക് ഇതൊന്നും ശീലമില്ല. മാത്രവുമല്ല, നിങ്ങളുടെ കുപ്പായം ഒന്നും എനിക്ക് ചേരത്തില്ല. എനിക്ക് ഈ വടിയും തോട്ടിൽ നിന്നെടുത്ത 5 കല്ലും ഈ കവിണയും മതി. അത് തന്നെ ധാരാളം. ഇത് എന്തുവായി തീരുമോ ആവോ. എന്തായാലും നീ പോയിട്ട് വാ. ഫെലിസ്ത്യ മല്ലനായ ഗോലിയത്തിന്റെ മുൻപിൽ ദാവീദ് യുദ്ധത്തിനായി പോകുന്നു. നീ വടിയായിട്ട് എന്റെ നേരെ വരാൻ ഞാൻ എന്താടാ വല്ല നായകമാണോ? നീ ഇങ്ങോട്ട് വാ. നിന്റെ മാംസം ഇപ്പോൾ ഞാൻ ഇവിടുത്തെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും തിന്നാൻ കൊടുക്കും. നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. നീ എൻ്റെ മാംസം പക്ഷികൾക്കും മൃഗങ്ങൾക്കും കൊടുക്കുമെന്ന് പറഞ്ഞു അല്ലേ? ഇന്ന് ഞാൻ നിന്റെയും ഫെലിസ്ത്യരുടെയും ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിന് ഒരു ദൈവമുണ്ടെന്ന് സർവഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത്. എൻ്റെ ദൈവം യുദ്ധവീരനാണ്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും.
എൻ്റെ പ്രിയ തോമാച്ചായ, ഇപ്പോൾ മനസ്സിലായോ? നമ്മുടെ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ ആൾബലം കൊണ്ടോ നമുക്കെല്ലാം നേടാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവിലുള്ള നമ്മുടെ പൂർണ്ണമായ ആശ്രയവും വിശ്വാസവും സമർപ്പണവുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയങ്ങളുടെ യഥാർത്ഥ ആധാരം. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ